ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി സ്ഥാപിക്കാൻ ഉള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 2016 കിലോമീറ്റർ നീളമുള്ള പ്രദേശം ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി ഒരു നിർണായകമായ ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. SIR പ്രക്രിയ ചൂണ്ടിക്കാട്ടി ഭൂമി കൈമാറ്റം വൈകിപ്പിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭൂമി കൈവശം വച്ചിരിക്കുന്നവരെ ഒഴിപ്പിച്ച് കേന്ദ്രം ഇതിനകം നൽകിയ നഷ്ടപരിഹാര തുക ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ ഉടൻ ഭൂമി കൈമാറണം. അതോടൊപ്പം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള വേലി നിർമ്മാണം ഈ വർഷം മാർച്ച് 31-നകം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗം 9 ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്ന 2216 കിലോമീറ്റർ ആണ്. നുഴഞ്ഞുകയറ്റം, മയക്കുമരുന്ന് കടത്തൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളിൽ കുത്തനെ വർധനവ് ഉണ്ടായതായും നഷ്ടപരിഹാരം നൽകിയിട്ടും ഭൂമി കൈമാറുന്നതിൽ ഭരണപരമായ കാലതാമസം ഉണ്ടായതായും പൊതു താൽപര്യ ഹർജിയിൽ പറയുന്നുണ്ട്. കോടതിയിൽ സമർപ്പിച്ച ഡേറ്റ 2023, 24, 25 ജൂലൈ വരെയുള്ള വർഷങ്ങൾ ഉൾപ്പെടെ സമീപ വർഷങ്ങളിൽ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളിൽ ഗണ്യമായ വർധനവും കാണിക്കുന്നുണ്ട്. മുൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സമർപ്പിച്ച ഹർജിയിൽ അതിർത്തി മാനേജ്മെന്റിലെ ഗുരുതരമായ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് അടിയന്തര ജുഡീഷ്യൽ ഇടപെടലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതു താൽപര്യ ഹർജി അതോടൊപ്പം അത് പ്രതികൂല സ്വഭാവമല്ല എന്നതും ദേശീയ സുരക്ഷയുമായി പ്രാദേശിക സമഗ്രതയുമായും നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ നിഷ്ക്രിയത്വത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. വാദം കേൾക്കുന്നതിനിടെ സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കലും കൈമാറ്റവും വേലികെട്ടൽ ജോലികൾ പൂർത്തിയാക്കുന്നതിനും തീവ്രവാദം, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ ഭീഷണികൾ തടയുന്നതിനും നിർണായകമാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നത്. കേന്ദ്രം നൽകിയ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ ഭൂമിയുടെ ഒരു പ്രധാന ഭാഗം ഇതിനകം തന്നെ ഏറ്റെടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം വിതരണം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഭൂമി BSF-ന് അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഇതുവരെയായിട്ട് കൈമാറിയിട്ടില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. തുടർന്നായിരുന്നു ഭൂമി എത്രയും വേഗം, അതായത് മാർച്ച് 31-നകം ഭൂമി കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. ഇപ്പോൾ SIR ഒക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാൻ അത് ഭൂമി കേന്ദ്ര സർക്കാരിന് നൽകാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു മമതാ ബാനർജി കോടതിയിൽ പറഞ്ഞിരുന്നത്. കാരണം SIR ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായി പശ്ചിമ ബംഗാളിൽ വലിയൊരു ശതമാനം ആളുകളും പുറത്തേക്കാവും. കാരണം ഈ ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള അഭയാർത്ഥികൾ, അതായത് ബംഗ്ലാദേശിൽ നിന്നും അടക്കമുള്ളവരാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അനധികൃതമായി താമസിക്കുന്നത്. അവിടെ വ്യാപകമായി തന്നെ കള്ളയോട്ട് നടക്കുന്നുണ്ട്. അവിടെ അതായത് പശ്ചിമ ബംഗാളിൽ ഒരു ഇലക്ഷൻ വരുന്ന പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മമതയ്ക്ക് ഒരു വോട്ട് വീണ് കഴിഞ്ഞാൽ മറിച്ച് ഒരു 3 കള്ളവോട്ട് മമതയുടെ പേരിൽ പെട്ടിയിലേക്ക് വീഴും. അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു ശുദ്ധി ക്രിയ നടത്തുന്ന ഒരു രീതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഈ വേലി കെട്ടുന്നത്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു വേലി കെട്ടുന്ന സ്ഥിതി വൈകിപ്പിക്കാനാണ് മമതയുടെ നീക്കം നടത്തിയത്. പക്ഷെ ആ നീക്കമാണ് കോടതി തന്നെ പൊളിച്ചടുക്കി കഴിഞ്ഞു കൊടുത്തത്.